അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്താ പറയുക എനിക്ക് എന്താ വിഷയം? വേൾഡ് കപ്പിൽ ഇതുവരെ നടന്നിട്ടുള്ള കളികളുടെ ഒരു അനാലിസിസ്. പക്ഷെ ഞാൻ എല്ലാ കളിയും കണ്ടിട്ടില്ല. ഞാനും കണ്ടില്ല, അതാ പ്രശ്നം. ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുള്ള അർജൻറ്റീനേൻ്റെ കളി കണ്ടു, ബ്രസീലിൻ്റെ കളി കണ്ടു, പോർച്ചുഗലിൻ്റെ കളി കണ്ടു, ഫ്രാൻസിൻ്റെ കളി കണ്ടു. ഫ്രാൻസിൻ്റെ കളിയും കണ്ടു. ഇതിൽ എനിക്ക് ഏറ്റവും മെച്ചപ്പെട്ട കളിയായിട്ട് തോന്നിയത് ഒന്ന് ഫ്രാൻസിൻ്റെ കളി, പിന്നെ ഒന്ന് അർജൻറ്റീനേൻ്റെ കളിയാണ്. എന്തിന് എന്തിനുള്ള സത്യാവസ്ഥ അതാണ്. സംഗതി ഞാൻ ബ്രസീൽ ഫാനാണെങ്കിലും ഏറ്റവും മോശം കളി കൂട്ടത്തിൽ കളിച്ചത് ബ്രസീലാണ്. പിന്നെ കുറച്ച് പോർച്ചുഗലും മോശം കളിയാണ്. അർജന്റീന കുറച്ച് മോശമാണ് ഫസ്റ്റത്തെ. അല്ല, മോശത്തിൽ മോശം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീനനെ പറയാനേ ഉള്ളൂ. പക്ഷെ ഏറ്റവും ബെറ്റർ കളി ഫ്രാൻസ് ആണ്. പക്ഷെ അർജന്റീനയ്ക്ക് സ്കോപ്പ് ഉണ്ട്. പക്ഷേ ഈ ഫ്രാൻസിന്റെ കളി ഇത്ര ബെറ്റർ പറയാൻ കാരണം കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പന്തടക്കമുണ്ട്. മീൻസ് പന്ത് കയ്യിൽ നിൽക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്ന പാസുകളൊക്കെ അക്യുറേറ്റ് ആയി മാറുന്നുണ്ട്. ഇതൊന്നും ഇല്ല ബാക്കി പല ടീമിനും. ഇപ്പോൾ പോർച്ചുഗലിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെയാണ്, അർജന്റീനയ്ക്കും കുറേയൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ അർജന്റീന പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തന് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പറയാ ഒരു അച്ഛൻ മക്കൾ എല്ലാവർക്കും അവസാനം മെസ്സി ഗോൾ അടിച്ച് കാണണം എന്നുള്ളൊരു ആഗ്രഹം മാത്രം. എത്ര ഓപ്പൺ ചാൻസ് ആണെങ്കിലും മെസ്സി സാർ ഉണ്ടെങ്കിൽ മാത്രമേ മെസ്സിക്ക് ഒരു കപ്പ് യോജന പോലെയാണ് മെസ്സിക്ക് ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് യോജന. ബെറ്റർ കളി പിന്നെ ഈ ബ്രസീലിന്റെ കാര്യം ഞാൻ പറയാൻ കാര്യം എന്താ അറിയോ, 2 കളി കണ്ട് മറ്റേ കളി രണ്ടാമത്തെ കളി 3-0 ജയിച്ചെന്നുണ്ടെങ്കിലും സുഖമല്ല കളി പോരാ. കാരണം 45 മിനിറ്റിലാണ് ആ ഗോൾ അടിച്ചത്. ഈ 3 ഗോളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നാമതോ ആ ടീം പൊതുവെ ചെറിയൊരു ടീമാണ്, ആ ടീമിനോടാണ് കളിച്ചത്. ഒരു എന്താ പറയാ, ഇപ്പോൾ അർജന്റീനയ്ക്കൊരു മെസ്സി ഉള്ളത് പോലെ ഒരാള് ശരിക്കും ബ്രസീലിനില്ല. മെസ്സിയെ പോലെ വേണമെന്നില്ല, പക്ഷെ ജസ്റ്റ് ആ ഒരു ടീമിന് ഒരു നെടുന്തൂൺ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം പോർച്ചുഗലിന് ക്രിസ്ത്യാനോ ഉണ്ടെന്നെങ്കിലും പറയാം. ബ്രസീലിന് അതില്ല. ആർക്കോ വേണ്ടിയിട്ടാണ് അവർ കളിക്കുന്നത്. അതിൻ്റെ ഒരു സാധനം മാത്രമേ ശരിക്കും ഗ്രൗണ്ടിലും കാണാൻ കഴിഞ്ഞു. ഏകദേശം കഴിഞ്ഞ പോലെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഇന്ന് 3:15 കളി 3:30 കളി കാണുമ്പോൾ അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് നെയ്മറിലും വലിയ ദേഷ്യമൊന്നും ഇല്ല. കാരണം ആള് പോരാഞ്ഞിട്ടല്ല, പരിക്കും അവനെ കൊണ്ട് ബോളിന്നിപ്പോൾ ബ്രസീലിൻ്റെ കോച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫുൾ ടൈം നെയ്മർ കളിക്കണമെങ്കിൽ കളിച്ചോട്ടെ, പക്ഷെ നടന്നിട്ടേ ഗ്രൗണ്ട് വിടാൻ പറ്റുള്ളൂ എന്ന്. അതായത് 90 മിനിറ്റ് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നെയ്മറിന് പിന്നെ നടന്ന് മാത്രമേ കളി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്ന്. പരിക്ക് എന്തായാലും പറ്റുന്നത്. അപ്പോൾ ഏത് സമയത്താണ് ഇനി ഇന്ന് നെയ്മറിനെ ഇറക്കി വിടാന്നൊന്നും അറിയില്ല. ഇന്ന് എന്തായാലും ഒരു ഓളാണ്, എല്ലാവരും കാത്തിരിക്കുന്നത് നെയ്മറിന്റെ വരവിനായിട്ടാണ്. നെയ്മർ ഇന്ന് വന്നൊരു അവസാന നൃത്തം കളിച്ച അനുഭൂതി അത് മതി. കളി ജയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾക്കിപ്പോൾ കപ്പടിക്കാതെ തന്നെ അതേപോലെയൊക്കെ തന്നെയാണ്. ഇനി പറഞ്ഞോ, ഫ്രാൻസിനെ കുറിച്ച് പറഞ്ഞോ. എൻ്റെ ടീം ഫ്രാൻസിന് പറയാനൊന്നുമില്ല, ഫ്രാൻസ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. എംബാപ്പ 2 കളിയിൽ 2 ഗോൾ വീതം. അപ്പം എന്താ, ആൾറെഡി പ്രീ ക്വാർട്ടറിലേക്ക് ഉറപ്പിച്ചു, കപ്പ് ഉറപ്പിച്ച പോലെയാണ് ഞാൻ. അപ്പൊന്നുമില്ല, ഇനി ഞാൻ പറയട്ടെ ആർക്കാ കപ്പ് കിട്ടാൻ പോണേന്ന്. ഇംഗ്ലണ്ടാണ് ഇത്തവണ കപ്പടിക്കാൻ പോകുന്നത്. ഒരു സാധ്യത ഇംഗ്ലണ്ട് ബ്ലൈൻഡ് പ്രഡിക്ഷൻ ആണ്, പക്ഷെ കപ്പടിക്കാൻ പോണത് ഇംഗ്ലണ്ട്. ഇന്നലെ അത്രയും നല്ല കമ്മിങ്. ഇന്നലെ ഇംഗ്ലണ്ട് 0-0. അതൊന്നും കാര്യമില്ല. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, അങ്ങനെ എല്ലാ ഗ്രൂപ്പ് തലത്തിലെ എല്ലാ കളികളും ജയിച്ചു ഒരു കപ്പടിച്ചത് ആകെ 2 ടീം ജയിച്ചിട്ടുള്ളൂ. ഫ്രാൻസ് ഇത്തവണ 2 കളിയും ജയിച്ചാ അടുത്ത കളി പറ്റുള്ളൂ. ഞങ്ങൾക്ക് ജയിക്കണമെന്നില്ല, അങ്ങനെയാണ്. ഇനി അടുത്ത ചിലപ്പോൾ എംബാപ്പ ഇറങ്ങുന്നില്ല. 2 ടീം ബ്രസീലും ഫ്രാൻസും മാത്രമേ ജയിച്ചിട്ടുള്ളൂ, അതും പണ്ടങ്ങാണ്ട്. ഇപ്പം അർജന്റീനേൻ്റെ ഒക്കെ ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കളി തോക്കുകയാണ് നല്ലത്. അതൊരു 2-1 ആണെങ്കിൽ തെറ്റ്. ആദ്യത്തെ കളി ആരും തോറ്റത്? ആരും തോറ്റില്ലല്ലേ? ആരും തോറ്റില്ല, ഇവർക്കൊന്നും കിട്ടൂല. അതാ ഞാൻ ഇതായിട്ട് പറയണത്. ഇംഗ്ലണ്ടും തോറ്റിട്ടില്ല. അതേമാതിരി ഫുള്ള് സമനില അടിച്ചിട്ട് ഗ്രൂപ്പ് തലത്തിൽ ഫുൾ സമനില അടിച്ചിട്ട് കപ്പടിച്ചൊരു ടീമുണ്ട് ഇറ്റലി. 3 കളിയും സമനില, 3 പോയിന്റോട് കൂടിയിട്ട് അവർ കയറണത്. ആ ടീം ഇറ്റലി നല്ല ടീമാണ്. ഇറ്റലി ഒരു 4 കപ്പ് കിട്ടിയില്ല അവർക്ക്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ സത്യം പറയില്ല, ഞാനൊരു സീസണൽ ഫുട്ബോൾ ഫാനാണ്. അല്ലാത്ത സമയത്തൊന്നും ഞാൻ ഈ കളി കാണാറില്ല. ഇപ്പോൾ സമയമില്ല ഒന്നാമത്. ഇവന്മാരൊക്കെ എവിടെയാണ് കളിക്കണമെന്ന് അറിയില്ല. പിന്നെ ഈ ട്രോളുകളിലൂടെയൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിലെ ഏതോ ഒരു ലീഗിലാണ്, അൽ നാസറോ അങ്ങനെയാണെന്ന് അറിയാം. സത്യം പറഞ്ഞാൽ മെസ്സി ഇപ്പോൾ മെസ്സി മിയാമിയിൽ അത് കുറേ കളിയാക്കാൻ വേണ്ടിയിട്ട് മിയാമി എന്ന് പറഞ്ഞാൽ അങ്ങനെ കളിയാക്കി അറിയാം. നെയ്മർ എവിടെയാ? സാന്റോസ്. കളിക്കണ്ടോ ഇപ്പോൾ? നെയ്മർ സാന്റോസിൽ അങ്ങനെ എന്തോ അല്ലേ? ജപ്പാന്റെ ട്രെയിനിങ്ങിന്റെ വീഡിയോ ഉണ്ട് നിങ്ങൾ?
അതുപോലെ ആർമിക്കൊക്കെ യുദ്ധത്തിന് പ്രിപ്പയർ ചെയ്യണ പോലെ മൊത്തത്തിൽ അങ്ങനെ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും. അതവര് വേറെന്തൊരു സാധനം പറഞ്ഞിട്ടില്ലേ, അവര് വാമപ്പ് മാച്ചിന് ഇട്ട ആളുകളുടെ ജേഴ്സി നമ്പർ സ്വിച്ച് ചെയ്ത് സ്വാപ്പ് ചെയ്തിട്ടു അടുത്തതില്. അതായത് അവർക്ക് പൊതുവെ അവര് നല്ല സൗത്ത് ഏഷ്യൻ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. നമ്മളിപ്പോ ഈ കൊറിയൻ പടങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇത് വില്ലനാണോ നായകനാണോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. കുറെ ക്യാരക്ടേഴ്സ് വന്നു പോയി കഴിഞ്ഞാൽ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ അവരത് സ്വാപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് പഠിക്കാൻ കഴിയില്ല എതിർ ടീമിന് ഇവന്മാരുടെ ടാക്ടിക്സ് അല്ല, ഇവരാണ് ഇന്ന കളിക്കാര് ഇന്നോ കളിച്ചതെന്നുള്ളത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ട്. അതിന് വേറെ സ്റ്റാഫിനെ വെക്കേണ്ടി വരും ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ. എന്നിട്ട് വേറെ വല്ല കളറൊക്കെ കൊടുത്ത് AI കളറൊക്കെ കൊടുത്തിട്ട് പഠിക്കേണ്ടി വരും. അവന്മാരോട് തോറ്റിട്ടേ ഒരു പ്രവചനം കൂടെ, അവന്മാരോട് തോറ്റിട്ടായിരിക്കും ബ്രസീൽ തവണ ബ്രസീലിലേക്ക് മടങ്ങാൻ പോകുന്നത്. ജപ്പാനും ബ്രസീലും ഒരു കളി ഉണ്ടാവും. എവിടെയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് എവിടെ നിന്നാണ് ഈ പ്രവചനം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇംഗ്ലണ്ട് കപ്പടിക്കും, ജപ്പാനോട് തോറ്റ് ബ്രസീൽ പുറത്താവും. ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ വരുന്ന മുറയ്ക്ക് അറിയിക്കാം. ഫ്രാൻസ് ഒന്നും കപ്പടിക്കില്ല, അതുകൊണ്ടായിരുന്നു ഫ്രാൻസ് ആണ് തോന്നുന്നത്. ഫ്രാൻസോ സ്പെയിനോ കണ്ടാണ് ഫൈനലിൽ വരാൻ പോണേ. അതിനോടാണ് ഇംഗ്ലണ്ട് ജയിക്കാൻ പോണത്. മറ്റേ എന്താ അവരുടെ ക്യാപ്റ്റന്റെ പേരെന്താ, എനിക്ക് കളിക്കാരൻ ഹാരി കെയ്ൻ, അവനാണ് ടോപ്പ് സ്കോറർ ആവാൻ പോണത്. ഒരിക്കലും ഇല്ല. വെയിറ്റ് ആൻഡ് സീ. എത്ര ദിവസം ഉണ്ടാണേ? 30 ദിവസം ഉണ്ടോ? ടോപ്പ് സ്കോറർ എങ്ങനെയായാലും മെസ്സി. ടോപ്പ് സ്കോറർ എങ്ങനെ മെസ്സി ആണ്? മെസ്സി ആ സെറ്റപ്പിനെ കുറിച്ച് പറയണ്ട, പറയാതിരിക്കാൻ നല്ലത്. അർജന്റീനയിൽ വേറെ ആരും ഗോൾ ഇടുന്നില്ല. അർജന്റീന ഒരു യോജനയാണിത്. മെസ്സിക്ക് ഒരു ഗോൾ യോജന, ഇനി 2 അടിച്ച ഹാട്രിക് യോജന, അതാണ് കണക്ക്. ഒന്നും അടിച്ചില്ലെങ്കിൽ ഒരു ഗോൾ യോജന. എന്താ പക്ഷേ പറയണ്ടേ, ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ദേവാസുരത്തിലൊരു നീലകണ്ഠന്റെ, ഇപ്പൊ ഈ അടുത്ത് വേൾഡ് കപ്പ് ഇറങ്ങിയ സമയത്ത് കുറേ ഫ്ലെക്സുകളിൽ ആ ചിത്രം ഉള്ളത് AI വെച്ചിട്ട് നീലകണ്ഠന്റെ കൂലിപ്പട്ടാളം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്ന ഒരു സീനുണ്ട്, ജീപ്പുമ്മലൊക്കെ ഇരിക്കുന്നതായിട്ട്. അതേപോലെയാണ് ശരിക്കും ആ കറക്റ്റ് സാധനം ചേരുന്നത് മെസ്സിക്കാണ്. മെസ്സിയാണ് നീലകണ്ഠൻ, ബാക്കി ഇരിക്കുന്ന ആ ശിങ്കട 10 എണ്ണം ഉണ്ടല്ലോ, ആ 10 എണ്ണാണ് ആ പട്ടാളം. അപ്പൊ മെസ്സിന്റെ കാലം കഴിഞ്ഞാലോ? മെസ്സിന്റെ കാലം കഴിഞ്ഞാൽ പ്രളയം കഴിഞ്ഞ്. അർജന്റീനല്ല ഇല്ല, അതുണ്ട്, അതില്ല എന്നൊന്നും പറയണില്ല. എൻഡ് ഓഫ് ദ ഡേ ഒറ്റ ചോദ്യമുള്ളൂ, ആര് ജയിച്ചു എന്നേ ചോദിക്കുള്ളൂ. ആ കപ്പ് കിട്ടിയത് ആ ഒരു സാധനം കൊണ്ടാണ്. മെസ്സിക്ക് ഒരു കപ്പ് നേടിക്കൊടുക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. ഒരുപക്ഷെ അല്ലെങ്കിൽ ആ സൗദിനോട് തോറ്റതോട് കൂടി അവർ അടുത്ത കളിയും തോറ്റൊക്കെ ചിലപ്പോ ആ ഒരു ടൂർണമെന്റിൽ നിന്ന് പുറത്തായനെ. അവർക്ക് ആ ഡിറ്റർമിനേഷൻ വരുന്നത് ഇത്തവണ മെസ്സിക്ക് കപ്പില്ലാതെ പോകുന്നു എന്നുള്ള ചിന്തയെന്നാണ് അവര് വരുന്നത്. അതായത് നിങ്ങൾ മെസ്സിനെ വേറെ രീതി, അതായത് വേറെ ആയിട്ട് കാണില്ല എന്നുള്ള രീതിയിൽ, അതായത് ഒരു വർഷിപ്പ് ചെയ്യണ പോലെ, അതായത് സെപ്പറേറ്റ് നല്ല രീതിയിലായിട്ട്. അപ്പൊ പറയുന്നുണ്ട് അതങ്ങനെ തന്നെയാണ്. ആരും ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറയണമെന്നില്ല. എല്ലാരും അതിപ്പോ ഒരു പിച്ചിലുള്ള ബിഹേവിയർ കണ്ടാലും വേറെ ആർക്ക് ഫോൾ വെച്ചാലും ടീം ഇത്ര അഗ്രഷന് കാണിക്കാറില്ല. മെസ്സിനെ ഫോൾ വെച്ചിട്ട് ഒരു സിംഗിൾ ഫോളിന് ശ്രദ്ധിച്ചാൽ മതി ഓല് കാണിക്കുന്ന ടീം പ്ലേയേഴ്സ് കാണിക്കേണ്ട അഗ്രഷൻ. പക്ഷെ റൊണാൾഡോയ്ക്ക് പോലും അത്ര റൊണാൾഡോയ്ക്കൊന്നും അങ്ങനെ സാധനമില്ല. പിന്നെ കഴിഞ്ഞ കളിയിലെ കുറച്ച് എന്തോ കിട്ടിയത്, ഫസ്റ്റ് കളിയൊക്കെ വളരെ. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ഫേവറിസം, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇവനെ എന്തെങ്കിലും കാട്ടാനുള്ള ഒരു പേടി, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ റഫറിക്ക് പെട്ടെന്ന് ഫോൾ വിളിക്കാനുള്ള ഒരു പേടി, നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വരുന്നത്. ഒന്നാമത് ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുത്തല്ല, ഇത്ര കാലത്തെ ഒരു സമ്പത്താണോ അവന്റെ സ്കില്ല്, ടാറ്റിക്സ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അവൻ ആ സാധനം കിട്ടുന്നത് അല്ലേ? അതൊക്കെ ശരിയായിരിക്കും. എന്തായാലും അത് തന്നെ, മെസ്സി കഴിഞ്ഞാൽ പ്രളയം, അത് തന്നെ തീർന്ന്. അതുകൊണ്ട് കാര്യമില്ല, താൽക്കാലിക പ്രതിഭാസം മാത്രം. അത് കഴിഞ്ഞ ആരെങ്കിലും ഉദയം ചെയ്തു വരണം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ശരിക്കും അവരുടെ ടീമില്? ഒരു ടീമിലും അങ്ങനെ ആരില്ല. എനിക്ക് തോന്നുന്നു ബ്രസീലിൽ പിന്നെയും ഒരു സെൻസേഷൻ എന്നുള്ള നിലയ്ക്ക് വിന്നിയൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ അർജന്റീനയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മെസ്സിക്ക് ഒരു റീപ്ലേസ്മെന്റ് എന്നുള്ള നിലയ്ക്ക്? പുതിയൊരു പ്ലെയർ വരുന്നുണ്ടല്ലോ, നിക്കോപാസ് പറഞ്ഞിട്ട്, കഴിഞ്ഞ ദിവസം ഇറങ്ങിയെന്നാ അവന് നല്ല കളിയാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാരും ക്ലബിൽ അത്യാവശ്യം കളിക്കുന്നുണ്ട്. ഇപ്പൊ അൽവാരസ് ആണെങ്കിലും ലൗതാറോ ആണെങ്കിലും എല്ലാവരും അത്യാവശ്യം നല്ല നല്ല ക്ലബിലും നല്ല നല്ല ഫോമിലൊക്കെ തന്നെയാണ് എല്ലാ പ്ലെയേഴ്സും. പക്ഷെ സെൻസേഷൻ ഇനി ആവാനുള്ളത് എന്ന് പറയാൻ ഒന്നെങ്കിൽ നിക്കോപാസ് ആവും പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ ഒരു കളിയിൽ ഇറക്കി, പക്ഷെ ആ കളിയിൽ അവസാനമാണ് ഇറക്കി, പ്രത്യേകിച്ചൊന്നും ഉണ്ടായതൊന്നുമില്ല. ഇനി വരും കളികളിൽ ഇറക്കി കണ്ടു. അപ്പൊ ഇന്നത്തെ ചർച്ച കഴിഞ്ഞു, നമ്മുടെ ഫുട്ബോൾ ചർച്ചകൾ കഴിഞ്ഞു. ഇന്ന് ബ്രസീൽ ഒരു 4 എണ്ണം അടിക്കുന്ന, അതിൽ 2 എണ്ണം നെയ്മർ അടിക്കുന്നു.
നെയ്മർ ഒന്നും എടുക്കില്ല, ഒരു അസിസ്റ്റ് ഉണ്ടാവും. ഗോൾ അടിക്കൂല എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് അത്ര വലിയ ടീമാ. ടീമായിട്ടല്ല, നെയ്മറിനോട് കഴിയൂല. കഴിഞ്ഞ് നെയ്മറിന്റെ കഴിഞ്ഞില്ലേ? ഞാൻ 3 വർഷം എന്തായി നെയ്മർ ബ്രസീലിൽ ജയിച്ചിട്ടിട്ട്. 3 വർഷമായി, 3ാമത്തെ വർഷമാണിത്. എന്ത് ചെയ്യാനാ, എല്ലാവരും കളിയാക്കുന്നു, പ്രസിഡന്റ് അടക്കം കളിയാക്കുന്നു. ഇല്ലടന്ന് നെയ്മർ ഗോൾ അടിക്കും. നെയ്മറിനെ ഫൗൾ ചെയ്യാതിരുന്നാൽ മതി. നെയ്മറിന്റെ അടുത്ത് ആരും പോകരുത്. സ്കോട്ട്ലൻഡിൽ ഫൗൾ ചെയ്യാൻ എല്ലാരും മാറിക്കാൻ നെയ്മറിന്റെ അതിൽ ഗോളി നെയ്മർ മാത്രം. നെയ്മർ എന്തൊക്കെയോ കാട്ടി കൊണ്ടുപോയി അവിടെ എവിടെയും പോയി വീഴുക. എന്തൊരവസ്ഥ അല്ലേ. അവന് ആ പരിക്കൊന്നും ഇല്ലായിരുന്നു, ആ കൊളംബിയന്റെ ഇടിയൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ വേറെ വല്ല പരിക്കുണ്ടാവും. അതുകൊണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ ആയതൊന്നും. ആദ്യമേ കുറച്ച് വൾണറബിളാണ് എല്ലാം തുടങ്ങിയത്. വൾണറബിൾ ആണ് ആള്. പെട്ടെന്ന് എനിക്ക് തോന്നി ചില അസുഖങ്ങളുണ്ടല്ലോ, എല്ല് പെട്ടെന്ന് പൊട്ടുന്ന അസുഖം, അതേമാതിരിയാണ് നെയ്മറിന്റെ കാര്യം. എവിടെയെങ്കിലും തട്ടിയാൽ മുട്ടിയാൽ അപ്പം തീർന്നു കഥ. ഞാൻ ഈ അടുത്തൊരു പിക്ചറാണോന്ന് എനിക്കറിയില്ല, ഒരു കാലിൻ്റെ ഒരു പിക്ചർ കണ്ടിരുന്നു. അത് ഒറിജിനലാണെങ്കിൽ ആ കാലുകൊണ്ട് ഒന്നും നടക്കാത്ത അവസ്ഥയാണ്. ഇപ്പോഴും നീറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഡോക്ടർമാരുടെ കഴിവെന്ന് കരുതിയാൽ മതി. പിന്നെ പണം ഉള്ളതുകൊണ്ട്. നമ്മൾ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വല്ല ആംബ്യൂട്ടേഷനോ അല്ലെങ്കിൽ നടക്കാത്ത അവസ്ഥയിലൊക്കെ എത്തിയാനെ, വീൽ ചെയറും എത്തിയാനെ. കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ചാൽ എത്ര മില്യൺ ഏകദേശം ഒരു എല്ലാ പ്ലേയേഴ്സിന്റെയും കാല്. അപ്പൊ മെസ്സിന്റെ ലെഫ്റ്റ് ഫുട്ട് എത്ര മില്യൺസിന് ഇൻഷുർ ചെയ്തതാണ്. അങ്ങനെ എല്ലാ പ്ലേയേഴ്സിന്റെയും ലെഗ് ഇൻഷുർ ചെയ്തതാണ്. കാല് മാത്രം ഇൻഷുർ ഹോൾ ബോഡി അല്ലെങ്കിൽ മൊത്തം മനുഷ്യനല്ല, കാല് മാത്രം. നിനക്ക് ഇൻഷുറൻസ് ഉണ്ടോ? ഫുൾ ബോഡി? വണ്ടീന്റെ അല്ല ചോദിച്ചത്. വണ്ടീന്റെ ഇൻഷുറൻസ് അല്ല ചോദിച്ചത്. നമുക്കൊന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോലും ഇല്ല. അപ്പൊ ഇന്നത്തെ കഴിഞ്ഞില്ല. ഇനി എന്തെങ്കിലും മറ്റെന്തെങ്കിലും പോയിന്റ്സ് ആണ്? ഫ്രാൻസ് കളി കപ്പ് കൊണ്ടുപോകും. ഫ്രാൻസ് കപ്പ് കൊണ്ടുപോകില്ല, എനിക്കതാ പറയാനുള്ളത്. ഫ്രാൻസ് കപ്പ് കൊണ്ടുപോകില്ല. ആര് കൊണ്ടുപോകുന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മെസ്സി ഒരു 9 ഗോൾ ടോപ്പ് സ്കോറർ ആവും. ഇപ്പൊ തൊട്ടടിയില് എംബാപ്പെ ഇനി ഒരു 4 കൂടെ അടിക്കുള്ളൂ എന്ന് പറയുന്നത്. ആളു 1000 അടിക്കാണെന്നുണ്ടെങ്കിൽ 10-12 കയറ്റും. ഇല്ലല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ടീം ഗോൾ അടിപ്പിക്കാൻ നിൽക്കുമ്പോ. ഇനി എന്താ അടുത്ത കളിക്ക് മെസ്സിനെ ഇറക്കണ്ടല്ല. മെസ്സിക്ക് ഇനി എന്തെങ്കിലും ആയാലും ഇനി പ്രീ ക്വാർട്ടർ വലിയ സ്റ്റേജ് വരാനല്ലേ, ആൾറെഡി എത്തിയാലും അവര്. അടുത്ത കളി ആരോടായിരുന്നു? അർജന്റീന. ഹേ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അവരാതിത്തരം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ജോർദാൻ കളി തോക്കും. ഇനി എന്താ ജോർദാന്റെ കളിയിൽ മെസ്സിനെ ഇറക്കാത്തൊരു സാഹചര്യം വന്നാൽ മനസ്സിലാവും അർജന്റീനയുടെ ഭാവി പോയിന്റ് എന്താണ്. ചിലപ്പോ ഇറക്കുണ്ടാവും. പറ്റ പറഞ്ഞോടൊന്നുമില്ല. എങ്ങനെ ഗോൾ സ്കോറർ എന്തിനാ ഇറക്കാതിരിക്കുന്നത്? അതല്ലല്ലോ, ഓനാനെ പരിക്കൊന്നും പറ്റൂല. അത് വേറെ ഏതോ ജെനിസാണ് സാധനം. ശരിയാണ്. ഒരു പന്ത് ആ രണ്ടാമത് കഴിഞ്ഞ ഓസ്ട്രേലിയന്റെ കളീന്റെ ആ രണ്ടാമത്തെ ഗോളൊക്കെ എങ്ങനെയാ എന്റെ കാലുമൊക്കെ പന്ത് എത്തണത്? ബൂട്ടുമ്പോ ചിപ്പുണ്ട് എന്നൊക്കെ പറയണ മാതിരിയാണ്. ബൂട്ടുണ്ടാക്കണ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. സീരിയസ്ലി ആ പന്തൊന്നും അവന്റെ അടുത്ത് തന്നെ വേറെ ആരുടെയിലും ഒക്കെ കാലുമ്പോ തട്ടി കയറേണ്ടതാ. അങ്ങനെ കേറുന്ന പന്തുകൾ പോലും മെസ്സിന്റെ കാലുമ്പോ കൂടെ കയറുള്ളൂ ഗോൾ പോസ്റ്റിൽ. അല്ലാത്ത അവസ്ഥ അല്ലേ അത്. ഈ പറയണേ ഈ ചിലരുണ്ടല്ലേ അത് നൂറ്റാണ്ടിൽ സംഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഒരു പക്ഷേ മനുഷ്യ കൊലത്തിന്റെ തന്നെ സമയത്ത് ഒറ്റത്തവണ സംഭവിക്കുന്ന പ്രതിഭാസങ്ങളിലൊന്നാ ശരിക്കും മെസ്സി. അങ്ങനെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഇതൊരു സാധനമാണ്. അപ്പൊ അതന്നെ ഇപ്പൊ കുറെ മെസ്സിനെ നമ്മൾ പുകഴ്ത്തി, കുറെ മെസ്സിനെ കിഴ്ത്തി. അർജന്റീനയിലെ പുകഴ്ത്താനൊന്നുമില്ല. അത് പറഞ്ഞ പോലെ ഫ്രാൻസ് കപ്പടിക്കുന്നു ഇല്യാസ് ബാബു പറയുന്നു, ഞാൻ പറയുന്നു ഇംഗ്ലണ്ട് കപ്പടിക്കുന്നു. അപ്പൊ ശരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആര് കപ്പടിക്കും നോക്കുക. കൃത്യമായിട്ട് പ്രവചനം നടത്തുന്ന ഒരാൾക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തരുന്നതായിരിക്കും. നോ പ്രോബ്ലം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ.